Good morning, dears. So we were talking about morphology, like compounding കഴിഞ്ഞു. അപ്പോൾ എന്താ രണ്ട് വേർഡ്സ് തമ്മിൽ ചേരുമ്പോഴാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. വേർഡ് ഫോർമേഷൻ ആണ്, പുതിയ വേർഡുകൾ ഉണ്ടാവുന്നതാണ്. വേർഡ് ഫോർമേഷൻ പല തരങ്ങളിലുണ്ട് കേട്ടോ. അതിൽ ഒരു ഫോമാണ് ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ടിങ് കണ്ടത്. ഇനി നെക്സ്റ്റ് ഡെറിവേഷൻ ആണ്. ഇതുപോലെ ബോറോയിങ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ലേ ബോറോയിങ്? നമ്മൾ പല ലാംഗ്വേജസിൽ നിന്ന് നമ്മൾ പല വേർഡുകൾ കണ്ടെടുക്കാറില്ലേ അല്ലേ? അപ്പോൾ അതൊരു ബോറോയിങ് ഒരു ടൈപ്പ് ഓഫ് word formation ആണ്. Now we are moving to derivation. Derivation, a word formation by which a word is derived or formed from another by adding affixes to the base form or root form. അതായത് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വേർഡ് ഫോർമേഷൻ ആണ്. അതെന്താണ് ഒരു വാക്കിൽ നിന്ന് വേറൊരു വാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെ? ആഡിങ് എഫിക്സസ്. അഫിക്സസ് ആഡ് ചെയ്തതിന് ശേഷം, അതായത് ഒരു വേർഡിൽ റൂട്ട് വേർഡ് അല്ലെങ്കിൽ ബേസ് വേർഡ്, റൂട്ട് അല്ലെങ്കിൽ ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എന്നൊക്കെ നമ്മൾ പറയും. റൂട്ട് ഫോം എന്നല്ല, റൂട്ട് വേർഡ് എന്ന് പറയും. അപ്പോൾ റൂട്ട് വേർഡിൽ നിന്നോ ബേസ് വേർഡിൽ നിന്നോ നമ്മൾ എന്താണ് വേർഡിലോ നമ്മൾ എഫിക്സസ് ആഡ് ചെയ്തിട്ട് ന്യൂ വേർഡുകൾ ഡിറൈവ് ചെയ്യുക, ഫോം ചെയ്യുന്നതിനെയാണ് ഡെറിവേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ എഫിക്സസ് എന്ന് നമുക്ക് നോക്കാം. എഫിക്സസ് അല്ലെങ്കിൽ എഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിലബിൾസ് or a syllable added to the base form or root word. ഒരു വാക്ക് റൂട്ട് വേർഡ്, ഇപ്പോൾ ഹാപ്പി എന്നുള്ളത് ഒരു റൂട്ട് വേർഡാണ്, മെയിൻ ആയിട്ടുള്ള വേർഡാണ്. അതിൽ നമ്മൾ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അൺഹാപ്പി ആയില്ലേ? അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്തത്, ഫ്രണ്ടിൽ ആഡ് ചെയ്തതിനെ പ്രിഫിക്സ് എന്ന് പറയുന്നു. ഹാപ്പിനെസ് എന്നാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തല്ലേ ആഡ് ചെയ്തത്, അതിന് ശേഷം വേർഡിന് ശേഷമല്ലേ ആഡ് ചെയ്തത്, സഫിക്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് എഫിക്സസ് എന്ന് പറഞ്ഞാൽ. എഫിക്സസിൽ എന്തൊക്കെയാണ്? പ്രിഫിക്സ് വരും, സഫിക്സ് വരും, ഇൻഫിക്സ് വരും. ഇൻഫിക്സ് നിങ്ങൾക്ക് പഠിക്കാനില്ല എങ്കിലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഫിക്സേഷൻ? മനസ്സിലായോ? ഒരു വാക്കിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതിനെയാണ്, ഒരു സിലബിളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിലബിൾസ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എഫിക്സേഷൻ എന്ന് പറയാം. അപ്പോൾ അത് ചിലപ്പോൾ പ്രിഫിക്സ് ആവാം, ചിലപ്പോൾ സഫിക്സ് ആവാം, ചിലപ്പോൾ ഇൻഫിക്സ് ആവാം. അപ്പോൾ സഫിക്സ് എന്താന്ന് നോക്കാം. ആഡിങ് സിലബിൾ ഓർ സിലബിൾസ് അറ്റ് ദി എൻഡ് ഓഫ് ദ വേർഡ്, എൻഡിന് ശേഷം ആഡ് ചെയ്യുന്നതിനെ സഫിക്സസ് എന്ന് പറയുന്നു. ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് ടെക്സ്റ്റിലുണ്ട്, അത് നിങ്ങൾ നോക്കണം കേട്ടോ. ഒരുപാട് മീനിങ്ങുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ വേണമെങ്കിൽ, ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ ബോർഡിൽ, സ്ഥലപരിമിതി മൂലം എല്ലാം നമുക്ക് ബോർഡിൽ എഴുതി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഫിക്സിൽ വരുന്ന അതിൻ്റെ മീനിങ് എക്സാമ്പിൾ. സഫിക്സ് ഒരു വേർഡിൻ്റെ ശേഷം യൂസ് ചെയ്യുന്നതാണ് ഈ ഏബിൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഏബിൾ ടു ബി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈറ്റബിൾ, പോർട്ടബിൾ, കണ്ടില്ലേ? അപ്പോൾ ഏബിൾ ഇവിടെ ആഡ് ചെയ്തതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? സഫിക്സ്. അപ്പോൾ അതൊരു ന്യൂ വേർഡായിട്ട് മാറുകയാണ്. ഈറ്റ് എന്നുള്ളതല്ലാതെ ഈറ്റബിൾസ് എന്ന് പറയാറില്ലേ? പോർട്ടബിൾ അല്ലേ? അപ്പോൾ അങ്ങനെ AL എന്ന് ആഡ് ചെയ്യുമ്പോൾ എന്താണ് അർത്ഥം എന്ന്? റിലേറ്റിംഗ് ടു, ബാക്ടീരിയൽ, നാച്ചുറൽ. AL ആഡ് ചെയ്യുമ്പോൾ മനസ്സിലായോ മാറ്റം? അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണ് സഫിക്സ്. മനസ്സിലായോ? ഒരു വേർഡിന് ശേഷം ആഡ് ചെയ്യുന്നതിനെയാണ് സഫിക്സസ് എന്ന് പറയാം. നമുക്ക് ഒരുപാട് സഫിക്സസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് വായിച്ചു പോവാം. AHOLIC, ആൽക്കഹോളിക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? വൺ വിത്ത് ആൻ ഒബ്സഷൻ, അതിൻ്റെ മീനിങ് ഉണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് എല്ലാവരും വാങ്ങി തന്നെയാണ് എൻ്റെ വിശ്വാസം. വാങ്ങാത്തവർ ഇനിയും വാങ്ങാം, എന്തായാലും വാങ്ങണം. അതിൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കി നോക്കൂ. IAN, ഇറ്റാലിയൻ, അർബൻ, ആഫ്രിക്കൻ എന്നൊക്കെ പറയുമ്പോൾ റിലേറ്റിംഗ് ടു, ബിലോങ്ങിങ് ടു, ANCE, സ്റ്റേറ്റ് ഓർ ക്വാളിറ്റി ഓഫ്, അങ്ങനെ ഒരുപാട് മീനിങ്ങുകളും അതിൻ്റെ സഫിക്സസും കൊടുത്തിട്ടുണ്ട്. ANT വരുമ്പോൾ പേഴ്സൺ ഹു, അപ്ലിക്കൻറ്റ്, ഇമിഗ്രൻറ്റ്, സെർവൻറ്റ്, ആരെയാണ് സംബന്ധിക്കുന്നത് എന്ന് വെച്ചാൽ ആ പേഴ്സൺ, വ്യക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ ANTക്ക് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഇൻക്ലൈൻഡ് ടു, ടെൻഡിങ് ടു, അതായത് ടെൻഡിങ് എന്താണ്? ബ്രില്യൻ്റ് ആണ്. അങ്ങനെ ANT കണ്ടില്ലേ? അതുപോലെ ഒരുപാട് വാക്കുകൾ ARD, ARIOM, ORIOUM, ARY, മിഷണറി, എന്താ പറയുക, മിലിറ്ററി, ഇങ്ങനെയൊക്കെ കാണാറില്ലേ? ARY ചേർക്കുന്നത്. ATE, എഫെക്ഷനേറ്റ്, ഡെസലേറ്റ് എന്നൊക്കെ പറയുന്നത്. ഒബ്സ്റ്റിനേറ്റ്, ATE കണ്ടില്ലേ? അതുപോലെ വേറെയുണ്ട് ആക്ടിവേറ്റ്, അതിന് അർത്ഥം വേറെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുക കേട്ടോ. അതുപോലെ ATION, ആക്ഷൻ. ATION അധികം ആക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ആക്ഷൻ ഓർ പ്രോസസ്. അതിനെയാണ് ക്രിയേഷൻ, നറേഷൻ, ഇമാൻസിപ്പേഷൻ, എക്സാമിനേഷൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? അത് ATION. ഇതൊക്കെ സഫിക്സസ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സഫിക്സുകൾ നമുക്കിവിടെ ടെക്സ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. 2-3-4 പേജുകളിൽ തന്നെ സഫിക്സുകളും അതിൻ്റെ മീനിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രിഫിക്സും കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കാം.
CIDE, സൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ കില്ലിങ്, ആക്ട് ഓഫ് കില്ലിങ് ആണ്. അത് നോക്കുക. ഹോമിസൈഡ്, സ്യൂയിസൈഡ്, ജിനോസൈഡ് ഇങ്ങനത്തെ ഒക്കെ വരുന്നത്. പിന്നെ CRACY, ഡെമോക്രസി, റൂള്, ഗവൺമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ക്രാറ്റ്, അത് പവറിനെ സൂചിപ്പിക്കുന്നതാണ് ക്രാറ്റ്. ഡെമോക്രാറ്റ് അല്ലേ, അരിസ്റ്റോക്രാറ്റ് എന്നൊക്കെ കേൾക്കുന്നില്ലേ. അതുപോലെ CY, സ്റ്റേറ്റ് കണ്ടീഷൻ കാണിക്കുന്നതാണ്. CY, സൈക്കിൾ, ഒരു സർക്കിളിനെ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ വീലിനെ കാണിക്കുന്നതാണ്. DOM, കണ്ടീഷൻ ഓഫ് സ്റ്റേറ്റ്, ഇതൊക്കെയാണ് DOMനെ കാണിക്കുന്നത്. EE, റിസീവർ അല്ലെങ്കിൽ പെർഫോമർ. നോമിനി അല്ലെ, NOMINEE, നോമിനി, എംപ്ലോയി, കേട്ടിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ. അതുപോലെ EER, എന്താണ് പ്രൊഫഷൻ അതിന് എൻഗേജ് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് എഞ്ചിനീയർ, വോളണ്ടിയർ, ഇങ്ങനെയൊക്കെ അസോസിയേറ്റഡ് വിത്ത് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ENCY, ENTER ഇതൊക്കെ സഫിക്സുകളാണ്. ഒരു വേർഡിന് ശേഷം ആഡ് ചെയ്യുന്നതിനാണ് സഫിക്സസ് എന്ന് പറയും. ESS അല്ലെ, ആക്ട്രസ് അല്ലേ, കേട്ടിട്ടില്ലേ. ഹെയറസ്, ലയണസ്, അപ്പൊ അതെന്താണ്, ഫീമെയിലിനെ സൂചിപ്പിക്കുന്നതാണ് ESS. അങ്ങനെ ESE, റിലേറ്റിംഗ് ടു എ പ്ലേസ്. ബർമീസ്, ചൈനീസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലെ ഫുള്ള്, FUL ചേർക്കാറില്ലേ അല്ലേ. ഫുൾ ഓഫ്, ഹെൽപ്ഫുൾ, താങ്ക്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹുഡ്, ചൈൽഡ്ഹുഡ്, മദർഹുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ. അതുപോലെ FY, ആംപ്ലിഫൈ, ഫോൾസിഫൈ, ടെറിഫൈ, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് വാക്കുകൾ ഇതിലുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കാം. അപ്പൊ അതും അതിന്റെ മീനിങ്ങുകൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം എന്താണ് എന്നുള്ളത്. കാരണം ഞാൻ എല്ലാം വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിക്കാവുന്നതും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് സഫിക്സ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മൾ പ്രിഫിക്സിലേക്ക് പോവാണ്. പ്രിഫിക്സ് എന്താണ്? ആഡിങ് സിലബിൾ ഓർ സിലബിൾസ് പ്രയർ ടു ദ റൂട്ട് വേർഡ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് വേർഡിന്റെ തൊട്ട് മുന്നേ, ഞാൻ നേരത്തെ പറഞ്ഞു ഹാപ്പിയുടെ മുന്നേ അൺ ചേർത്ത് കഴിഞ്ഞാൽ അൺഹാപ്പി ആയി. അതുപോലെ ഒരുപാട് അതിനൊക്കെ ഓരോന്ന് മീനിങ്ങുകളുണ്ട് കേട്ടോ. അണ്ണ് നെഗറ്റീവ് സൂചിപ്പിക്കുന്നതാണ് അല്ലേ. പ്രിഫിക്സ് അതിന് ഓരോന്നിനും മീനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നും നമ്മൾ മുന്നേ പ്രിഫിക്സ് ആയാലും സഫിക്സ് ആയാലും നമ്മൾ കൊടുക്കുന്നതിന് മീനിങ് ഉണ്ട്. AN, ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ANഉം, ആൻ വന്ന വിത്തൗട്ട് എ ലാക്ക് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു വിത്തൗട്ട് എ ലാക്ക്, എമോറൽ, എനീമിക് അല്ലേ. എമോറൽ ആൻഡ് എനീമിക്. അതുപോലെ കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ബ്രദർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. കോ വർക്കർ, എലോങ് വിത്ത്, നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആള്, വർക്ക് ചെയ്യുന്ന ആള്, കോ വർക്കർ. കോ എക്സിസ്റ്റൻസ്, എലോങ് വിത്ത്, ടുഗെദർ എന്നുള്ള അർത്ഥം വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ വാക്കുകൾ. ഓട്ടോ, ഓട്ടോണമസ്, ഓട്ടോ പൈലറ്റ്, ഓട്ടോഗ്രാഫ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആന്റി സോഷ്യൽ, ആന്റിബയോട്ടിക്, ആന്റി ഡിപ്രഷൻ അങ്ങനെയൊക്കെ പറയാറില്ലേ. അതുപോലെ കൗണ്ടർ ഫീറ്റ്, അതുപോലെ കൗണ്ടർ അറ്റാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിസ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ആണ് കാണിക്കുന്നത്. റിവേഴ്സ് അല്ലെ, ഡിസപ്രൂവ്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ ഒരുപാട് വാക്കുകൾ പ്രിഫിക്സിലുണ്ട്. അത് നിങ്ങൾ നോക്കുക. മോണോ, മാക്രോ, മൈക്രോ, ഓവർ, ഔട്ട്, പ്രീ വാർ, പ്രീ ഹിസ്റ്റോറിക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പിന്നെ റീഗെയിൻ അല്ലേ. അതുപോലെ സെമി സർക്കിൾ, സെമി ഫൈനൽ എന്നൊക്കെ പറയാറില്ലേ. സബ് ടൈറ്റിൽ, സൂപ്പർ ഹ്യൂമാൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നിങ്ങൾ കാണും. അപ്പം നിങ്ങൾ അത് നോക്കുക. ഒരുപാട് വേർഡുകൾ നിങ്ങൾക്കുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇനി എല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അർത്ഥം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മീനിങ്ങും അതിൻ്റെ കൂടെ കൊടുത്തിട്ട്. അപ്പോൾ പ്രിഫിക്സ് എന്താ, സഫിക്സ് എന്താന്ന് മനസ്സിലായില്ലേ. ഇൻഫിക്സ് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല. ഞാൻ ജസ്റ്റ് ഇൻഫിക്സ് എന്താന്ന് പറഞ്ഞുതരാം. സിലബിൾ ആഡഡ് ഇൻ ബിറ്റ്വീൻ 2 വേർഡ്സ്. മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ അല്ലേ, അങ്ങനെ ഇടയിലൊക്കെ ആഡ് ചെയ്യുന്നില്ലേ. അതുപോലെ അങ്ങനെ ആഡ് ചെയ്യുന്നതിനെയാണ് ഇൻഫിക്സ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ. ഇനി ഇൻഫ്ലെക്ഷൻസ്, അടുത്ത ടോപ്പിക് പറയുന്നത് ഇൻഫ്ലെക്ഷൻസ് ആണ്. എന്താണ് ഇൻഫ്ലെക്ഷൻ നോക്കൂ. ഇൻഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ a word formation in which additions are made to the base form of a word to express grammatical meaning. ഗ്രാമാറ്റിക്കൽ മീനിങ്ങുകൾ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇൻഫ്ലെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് വേർഡ്സ് ഒറിജിനേറ്റഡ് ഫ്രം ലാറ്റിൻ ഇൻഫ്ലെക്ട്ര, മീനിങ് ടു ബി, അതായത് എന്താണ്, ടു ബെൻഡ് എന്നുള്ള മീനിങ് ആണ്. ടു ബെൻഡ് എന്നാണ് കേട്ടോ ഞാനിവിടെ എഴുതിയത്, മാറിപ്പോയി. ഓക്കെ, ടു ബെൻഡ് എന്നുള്ള വേർഡാണ്. വേർഡ് ഫോർമേഷൻ ഇൻ വിച്ച് അഡീഷൻ ആർ മെയ്ഡ് ടു ദ ബേസ് ഫോം ഓഫ് എ വേർഡ്. എന്തിനാണ്? ഒരു വേർഡിന്റെ ബേസ് ഫോമില് നമ്മൾ ഒരു ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് വരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇൻഫ്ലെക്ഷൻസ് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് പ്ലൂറൽ ഫോർമേഷൻ, പാസ്റ്റ് ഫോർമേഷൻ, ഇതൊക്കെ ഇൻഫ്ലെക്ഷൻസിൽ പെടും. അപ്പോൾ ഇൻഫ്ലെക്ഷൻസ് ഇൻ ഇംഗ്ലീഷിൽ നോക്കൂ. ജെനിറ്റീവ് കാണിക്കാനായിട്ട് അല്ലേ,
സാമിൻ്റെ പൊസസീവ് ഒക്കെ ആയിട്ട് കാണിക്കാറില്ലേ, എൻ്റെ അവൻ്റെ അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ സാമിൻ്റെ ജെനിറ്റീവ് പൊസഷൻ കാണിക്കുന്നതാണ്. പിന്നെ പ്ലൂറൽ എസ്, കാറ്റ്സ് അല്ലേ, തേർഡ് പേഴ്സൺ സിംഗുലർ എസ്, സിങ്സ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എസ് ആഡ് ചെയ്യുന്നത് ഇൻഫ്ലെക്ഷൻസ് ആണ്, ഗ്രാമാറ്റിക്കൽ ചേഞ്ച് അല്ലേ വരുന്നത് അല്ലേ, ഗ്രാമാറ്റിക്കലി മാറ്റം വരുന്നത്. അതുപോലെ ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് വരുന്നത് കാറ്റ് എന്നുള്ളത് പ്ലൂറൽ ഫോർമേഷനായി ഗ്രാമാറ്റിക്കൽ ചേഞ്ച് അവിടെ വന്നു. അതുപോലെ ഇത് സിങ്സ് അല്ലെ, സിങ് പ്ലൂറൽ ഫോർമേഷനും സിങ്സ് എന്താണ് സിംഗുലർ ഫോമുമാണ്. അപ്പൊ അതുപോലെയുള്ള ചേഞ്ചസ്. പാസ്റ്റ് ടെൻസിൽ ഡ, ഈഡ്, ഇഡി എന്ന് വരുന്നത്, ജംപ്, ജംപ്ഡ് എന്നാക്കാറില്ലേ. അതുപോലെ നെഗറ്റീവ് പാർട്ടിക്കിൾ എൻ ടി എന്നിട്ടല്ലേ, ഡോണ്ട്, അതുപോലെ ഡസിൻറ്റ് എന്നൊക്കെ എഴുതുന്ന സമയത്ത്, പിന്നെ ഐ എൻ ജി ചേർക്കുമ്പോൾ, ഇതൊക്കെ ഐ എൻ ജി ചേർക്കുമ്പോൾ ഒക്കെ ഇതെല്ലാം എന്താണ് ഇൻഫ്ലെക്ഷൻസിൽ പെടുന്നു, ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് ആണ്. സ്ലീപ്പ് എന്നതിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്താൽ സ്ലീപ്പിംഗ് ആയി. സ്ലീപ്പ് തമ്മിൽ ഡിഫറൻസ് ഇല്ലേ, ഗ്രാമാറ്റിക്കലി ചേഞ്ച് വന്നില്ലേ, മനസ്സിലായോ? അതായത് ഒന്ന് സ്ലീപ്പ് എന്നുള്ളത് ആ വേർബ് ഫോം ആണ്, ഐ എൻ ജി ചേർത്തപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ഫോം ആയി. അതുപോലെ എൻ ടി ഇപ്പോൾ ഡസ് എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ഫോം ആണ്, ചേഞ്ച് വന്നു, ഗ്രാമാറ്റിക്കലി ചേഞ്ച് വന്നു. അതുപോലെ പെർഫെക്റ്റ് ഇ എൻ, റിട്ടേൺ, ബീൻ ഫോം ഇ എൻ ഫോം കണ്ടിട്ടില്ലേ, റിട്ടേൺ എന്നൊക്കെയുള്ള വേർഡുകൾ ഇവിടെ കാണാം. ഇവിടെ എന്തൊക്കെ എക്സാമ്പിൾ ഉണ്ട്. അതുപോലെ അഡ്ജക്റ്റീവ് ഇ ആർ ചേർത്ത് കഴിഞ്ഞാൽ ബ്രൈറ്റർ കണ്ടില്ലേ. അതുപോലെ അഡ്ജക്റ്റീവ് ഇ എസ് ടി, ബ്രൈറ്റസ്റ്റ്, ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, അതായത് ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത്. ഒരു വാക്ക് റൈറ്റ് എന്നുള്ള വാക്കിന്റെ വേറൊരു ഫോമാണ് റിട്ടേൺ, റൈറ്റ്, റോട്ട്, റിട്ടേൺ അല്ലേ, മനസ്സിലായോ? അപ്പൊ ആ ഫോം തന്നെ ചേഞ്ച് വന്നു, റൈറ്റ് പ്രസന്റ്, റോട്ട് പാസ്റ്റ്, റിട്ടേൺ അനദർ ഫോമാണ് അല്ലെ, പാർട്ടിസിപ്പിൾ ഫോമാണ് അല്ലെ. അപ്പൊ അത് നോക്കൂ, ബ്രൈറ്റസ്റ്റ് ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലെ, ഇ ആർ കമ്പാരിറ്റീവ് ഡിഗ്രി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് ബ്രൈറ്റർ, ഷീ ഈസ് ബ്രൈറ്റർ എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ ബ്രൈറ്റസ്റ്റ്, ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഏറ്റവും ബ്രൈറ്റസ്റ്റ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പൊ ഇതിലൊക്കെ ഗ്രാമാറ്റിക്കൽ ചേഞ്ചസിനാണ് നമ്മൾ എന്താ ഇൻഫ്ലെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇനി അടുത്തത് ഇറഗുലർ പ്ലൂറൽ ഫോർമേഷൻ വിത്തൗട്ട് ആഡിങ് എസ് ഓർ ഇ എസ്. പ്ലൂറൽ ഫോർമേഷൻ ആഡ് ചെയ്യുന്നത്, അതായത് ഒന്ന് നോക്കാം, ഇറഗുലർ പ്ലൂറൽ ഫോർമേഷൻസ് ഉണ്ട്. അതായത് എസ് ഒ അല്ലെങ്കിൽ ഇ എസ് ഒ ചേർക്കാതെ നമ്മൾ ഇറഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലൂറൽ ഫോർമേഷൻ നോക്കും. മാൻ, മെൻ, വുമൺ, വിമൺ. എസ് ഒന്നും ചേർക്കുന്നില്ല പ്ലൂറൽ ഫോർമേഷനിൽ. നമ്മളിപ്പോൾ കാറ്റിന്റെ കൂടെ എസ് ചേർത്തപ്പോൾ കാറ്റ്സ് ആയി, ഡോഗിന്റെ കൂടെ എസ് ചേർത്തപ്പോൾ ഡോഗ്സ് ആയി ഇല്ലേ. പക്ഷെ ഇത് ഇറഗുലർ എന്താണ് പ്ലൂറൽ ഫോർമേഷൻ ആണ്. ചൈൽഡ്, ചിൽഡ്രൻ, ഓക്സ് ഇതൊക്കെ പ്ലൂറൽ ഫോം. ടൂത്ത്, ടീത്ത്, ഫുട്ട്, ഫീറ്റ്, ലോസ്, ലൈസ് അല്ലെ, പേന്, ലൈസ് അല്ലെ. അതുപോലെ ഇനി ഇറഗുലർ വേർബും കൂടി ഉണ്ട്. ഇറഗുലർ വേർബ്സ് എന്താണ് ഇറഗുലർ വേർബ്സ്? ഈ വേർബ്സ് അതായത് എന്താണ്, ഇതേപോലെ തന്നെ ഈ ഇവിടെ ജനറൽ റൂൾ ഓഫ് യൂസിങ് വേർബ്സ് ഇൻഫ്ലെക്റ്റഡ് ഇ ഡി ഫോർ ദ ഫോർമേഷൻ. പാസ്റ്റ് ടെൻസിന് ഇ ഡി എന്ന് വരുന്നത് ആണ് നമ്മൾ സാധാരണ ഡിയോ അല്ലെങ്കിൽ ഇ ഡി വരുന്നതിനാണ് വേർബ്സ് അല്ലേ. വേർബിന്റെ പാസ്റ്റ് ഫോർമേഷൻ നമ്മൾ ഡിയോ അല്ലെങ്കിൽ ഇ ഡി ചേർത്തിട്ടല്ലേ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അതല്ലാതെ വരുന്ന ഫോമിനെയാണ് ഇറഗുലർ ഫോം എന്ന് പറയാം അല്ലേ, മനസ്സിലായോ? അതായത് there are some verbs do not follow the general rule. ശരിക്കുള്ള ജനറൽ റൂൾ എന്താണ്? വേർബ്സിന്റെ കൂടെ ഇ ഡി ചേർക്കുമ്പോൾ ജനറൽ റൂൾ ആണ് അല്ലേ. പക്ഷേ ഇറഗുലർ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ആഡിങ് ഇ ഡി ഓർ ഡി. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇറഗുലർ വേർബ്സ് എന്ന് പറയാം. സേ, സെഡ്, ഗോ, വെന്റ്. എക്സാമ്പിൾ go, went, irregular അല്ലേ. എക്സാമ്പിൾ നോക്കൂ, വിത്തൗട്ട് ആഡിങ് എന്താണ് ഇ ഡി ഓർ ഡി അല്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, ഇറഗുലർ വേർബ്സ്. അപ്പൊ എക്സാമ്പിൾസ് നോക്കൂ. എക്സാമ്പിൾ എന്താണ്? ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏതാ, ഗോ, വെന്റ്. നമ്മൾ ഡിയോ അല്ലെങ്കിൽ ഇ ഡിയോ അല്ലല്ലോ ആഡ് ചെയ്തത്. ഇങ്ങനെ വരുന്നതിനെയാണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയാം. think, thought, know, knew, ഇവിടെ see, saw, make, made ഇതൊക്കെ ഇറഗുലർ ഫോമുകളാണ് വേർബിന്റെ. അപ്പോൾ ഇത് മനസ്സിലായോ? ഇറഗുലർ വേർബും ഇറഗുലർ പ്ലൂറൽ ഫോർമേഷനും ഒക്കെ മനസ്സിലായോ എന്താണ് എന്നുള്ളത്? നമ്മൾ ഇൻഫ്ലെക്ഷൻ പഠിച്ചു.
ഇന്ന് ഡെറിവേഷൻ പഠിച്ചു. ഡെറിവേഷൻ്റെ പ്രിഫിക്സ്, സഫിക്സ്, ഇൻഫിക്സ്. ഇൻഫിക്സ് നിങ്ങൾക്ക് പരീക്ഷിക്കില്ല. അപ്പോൾ സഫിക്സുകളുടെയും പ്രിഫിക്സുകളുടെയും ഇൻഫ്ലക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റലായിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസും എക്സസൈസുകളും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇഫ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് the concerned topic, you can contact me. Thank you.